ചേട്ടാ ഓ പാട്രിയറ്റിന്റെ പോസ്റ്റർ ഇറങ്ങിയായിരുന്നു, കണ്ടായിരുന്നോ? ദേ മോനെ, ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കണ്. ദേടാ ഇത് നോക്കിയ നീ കണ്ട മോനെ? എന്താ സാധനം നോക്കിയേ. ലാലേട്ടൻ ഒരു ഇങ്ങനെ മുകളിൽ നിന്ന് വെടി വെക്കണ്, മമ്മൂക്ക ഒരു സൈഡിൽ വെക്കണ്, കുഞ്ചാക്കോവൻ കാർ ഓടിക്കണം. ശരിക്കും ഒരു സിനിമ സംബന്ധിച്ച് നിങ്ങളൊരു ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു വേർതിരിവില്ലാത്ത ഫാൻ ബേസ് നോക്കി പടം കാണുന്നത്. പൊന്നെ നമ്മളെ ഫോട്ടോ കണ്ടിട്ട് എന്താ പറയാനുള്ളത്? ഇത് ഒരു രക്ഷയില്ലാത്ത പോസ്റ്ററായിട്ട് ഇറക്കിയേക്കണത്. നമ്മളാദ്യം ഇത് ഇങ്ങനെ ചർച്ചയും ഇതിന്റെ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെന്താ വിചാരിച്ചെന്നറിയോ? ദൈവമേ, മമ്മൂക്ക വില്ലനായിരിക്കോ? ആദ്യം നമ്മൾ വിചാരിച്ച് ലാലേട്ടനായിരിക്കോ വില്ലൻ, അത് കഴിഞ്ഞ് മമ്മൂക്ക ആയിരിക്കോ വില്ലൻ. അപ്പൊ അതേ കുഞ്ചാക്കോ വന്നി, പിന്നെ ഓരോരോ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവരൊക്കെ ഒറ്റ സെറ്റ് കമ്പനിക്കാരാന്ന് തോന്നണം മോനെ. എനിക്കറിയാൻ പാടില്ല, ഏത് കയ്യും കാലൊക്കെ എടുത്ത് അടിക്കുന്ന ഈ സിനിമ കാണുമ്പോ. അത്രക്ക് കാര്യമായിട്ടോ. മമ്മൂക്കാരോ കളയാൻ പറ്റുമോ? ലാലേട്ടനെ കളയാൻ പറ്റുമോ? കുഞ്ചാക്കോനെ കളയാൻ പറ്റുമോ? പിന്നെ എത്ര വർഷം കൂടിയിട്ടാണ് ഇവര് രണ്ടുപേരും. അല്ല, ഈ കുഞ്ചാക്കോ മറ്റേ പഴയ പടത്തിൽ, ഫാസിൽ സാറിന്റെ പഴയ പടത്തിൽ ഇവരും കുഞ്ചാക്കോ ഉണ്ടായില്ലേ, ഹരികൃഷ്ണൻസിലെ. അപ്പൊ നമ്മളിതൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ ഈ മൂന്ന് ലെജൻഡ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുഞ്ചാക്കോ നല്ലൊരു ലെജൻഡ് ആർട്ടിസ്റ്റ് തന്നെയാണ്. പിന്നെ ഫഹദ് ഫാസിൽ, പിന്നെ ഓരോരോ ഐറ്റംസുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. നമുക്ക് അതായത് നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക്, എന്നെപ്പോലുള്ള സിനിമ ആസ്വദിക്കുന്ന ലാലേട്ടനെയും മമ്മൂട്ടിനെയൊക്കെ പോലുള്ള ലെജൻഡായിട്ടുള്ള ലാലേട്ടനെയും മമ്മൂക്കാനെയൊക്കെ പോലുള്ള ലെജൻഡായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആരാധിക്കുന്ന നമ്മൾ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കണം. ചില വീഡിയോയിലൊക്കെ ചില കമന്റുകൾ വന്നിട്ടുണ്ട്, ഈ ചേട്ടൻ ഓട്ടോറിക്ഷക്കാരൻ തന്നെയാണോ എന്നൊക്കെ നിങ്ങളുടെ ചില വീഡിയോയിൽ കമന്റ് വന്നിട്ടില്ലേ? അവരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയാം, എന്നെ കാക്കി ഷർട്ട് ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വീഡിയോ അല്ല, ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളി തന്നെയാണ്. അപ്പം ഞാനിതിങ്ങനെ ഇത് പറയുമ്പോൾ നമ്മളൊരു സിനിമ ആസ്വാദകനാണ്. എനിക്ക് സിനിമ, നമ്മൾ ഈ ഇത്തിരി സമയം പോകാനും നമ്മുടെ ടെൻഷനൊക്കെ മാറാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ സിനിമ കാണാനായിട്ട് വന്നത്. അപ്പം ഈ ലാലേട്ടനും മമ്മൂക്കയും കൂടി ഒരുമിച്ചൊരു സിനിമയിൽ ഇങ്ങനെ വരാമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ പേര് തന്നെ കണ്ടില്ലേ, പാട്രിയറ്റ്. എന്താ പേരല്ലേ? അപ്പം ഇത് ഗംഭീര പടമായിരിക്കുള്ളൂ, ഇത് യാതൊരു തർക്കവും വേണ്ട. ഇത് ഫാൻസുകാർ ടിക്കറ്റ് കിട്ടാതെ എന്ത് ചെയ്യുന്നതാണ് എനിക്കറിയാൻ പാടില്ല. ഇത് ലാലേട്ടൻ്റെ ഫാൻസുകാർ അങ്ങനെ, മമ്മൂക്കാടെ ഫാൻസുകാർ അങ്ങനെ, പിന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുകാർക്കും ഫാൻസുകാരൊക്കെ ഉണ്ട്. ഫഹദിനൊക്കെ ഫാൻസ് ഉണ്ട്, കുഞ്ചാക്കോക്കും ഉണ്ട് ഫാൻസ്. ഇവരൊക്കെ ഞാനിതിപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയാമോ എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുമ്പോണ്ടല്ല, സത്യമായിട്ട് ഇതിൻ്റെ കഥ നമുക്ക് മനസ്സിലാവൂല കേട്ടാ. ഒച്ചയും ആരവും പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവും. അത്ര ഗംഭീരമായിട്ടുള്ളൊരു പടം ഒരു രക്ഷ ഉണ്ടാവൂല. അപ്പൊ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, പാട്രിയറ്റിന് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടാ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ സിനിമ വന്ന് കണ്ട് സിനിമേനെ വിജയിപ്പിക്കണം. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം അല്ലേ, ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് പറയണം. ഞാനൊരു സിനിമ ആസ്വാദകനാണെന്ന് വീണ്ടും പറയുന്നു, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണെന്ന് പറയുന്നു. പക്ഷേ സിനിമ ആസ്വാദകനാണ് ഞാൻ, നല്ലൊരു സിനിമ ആസ്വാദകനാണ്. അപ്പം നിങ്ങളെല്ലാവരും സിനിമ കാണാൻ പറ്റും. പാട്രിയറ്റിന് അതിൻ്റെ ക്രൂവിന് ഞങ്ങൾ ഇതെന്താണെന്നറിയാം, ഇത് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി ഈ പടകൾ വെയിറ്റിംഗ് ആയിരിക്കുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കൾ ചിലർ വിളിച്ചു ചോദിക്കും, ശിവദാസ് ആ പടം കണ്ട എങ്ങനെയുണ്ടാ? നമ്മൾ ജെന്യൂനായിട്ടല്ലേ പറയണത്. നമ്മളൊരാളും പൊക്കിയും താത്തിയൊന്നും പറയണം. നല്ലതെങ്കിൽ നല്ലതെന്ന് പറയും, കൊള്ളൂലാത്ത പടം ഉണ്ടെങ്കിൽ ഞാൻ റിവ്യൂ പറയാറില്ല, എൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ സിനിമയെ സ്നേഹിക്കുന്ന, മോഹിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഒരു ആസ്വാദകനാണ്. അപ്പോൾ എല്ലാവരും പാട്രിയറ്റിൻ്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡായി, ഭയങ്കര ആകാംക്ഷ. ഇനി ഈ പടം ഇറങ്ങിയാലാണ് സമാധാനം ഉണ്ടാവുള്ളൂ. ഇറങ്ങി ഇതൊന്ന് കാണണം എൻ്റെ മോനെ, വേറെ ലെവലായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടീമിന്. ഓക്കെ.